ലോകം വിട്ടു പോകുന്നതിന് മുൻപ് അമ്മയെ ചെന്ന് കണ്ട് കൈകൂപ്പണം. എന്റെ മുമ്പിൽ ആ ശ്രീകോവിലിന്റെ വാതിൽ തുറക്കണമെങ്കിൽ അച്ഛന്റെ ആത്മാവിന് മോക്ഷം കിട്ടണം. അതിന് കാണിക്ക വഞ്ചി കണ്ടെത്തിയ മതിയാവും. ആര് തടഞ്ഞാലും ഞാൻ അതിനു വേണ്ടി ശ്രമിക്കും. ശ്രമിക്കുന്നു മാത്രമല്ല, കണ്ടെത്തും. അതിനിടയിൽ ആപത്ത് വന്ന എന്റെ ജന്മം അങ്ങ് ഒടുങ്ങുമെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. അതുകൊണ്ട് സൈമൺ എന്നെ തടയരുത്. അതുകൊണ്ട് പ്രയോജനമില്ല. ഭാഗ്യലക്ഷ്മിയുടെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ ഞാൻ എന്തു പറഞ്ഞാലും വിലപ്പോവില്ലെന്ന് എനിക്കറിയാം. എന്നാൽ അപേക്ഷയുണ്ട്. കാളിയാർ മഠത്തിലെ അമ്മയെ താൻ മറന്നു കളയരുത്. അച്ഛൻ്റെ ആത്മാവിന് ഗതി കിട്ടുക തന്നെ വേണം. അതേസമയം വളർത്തമ്മയുടെ സങ്കടത്തിനുമുണ്ട് വില. അത് കണ്ടില്ലെന്ന് നടിക്കരുത്. മോളിങ്ങെത്തിയോന്ന് ചോദിച്ചോണ്ട് സൈമൺ വിളിച്ചിരുന്നു. വന്നപാടെ കുളിക്കാൻ കയറിയെന്ന് ഞാൻ പറഞ്ഞു. മറ്റുള്ളവരുടെ കാര്യം പോട്ടെ, നിന്നെ സ്നേഹത്തോടെ മാത്രം കാണുന്ന ഞങ്ങൾ 2 പേരുണ്ട്. ഭാഗ്യലക്ഷ്മി വീട്ടിലെത്തിയോന്ന് ചോദിച്ചപ്പോ സൈമന്റെ മനസ്സിലുള്ള ആകാംക്ഷ ആ വാക്കുകളിൽ എനിക്കറിയാൻ കഴിഞ്ഞു. സ്നേഹത്തിന്റെ നെഞ്ചിടിപ്പാത്. അതെങ്കിലും മോള് തിരിച്ചറിയണം. ഇനി ഉപവാസം അവസാനിപ്പിക്കുമല്ലോ. ഇത് കുടിച്ചേ. ഇന്നലെ പെട്ടെന്ന് നിന്റെ ദേഷ്യം കണ്ടപ്പോ ഞാനാകെ വല്ലാതായി പോയെന്നതാ സത്യം. മോളെ ഞാൻ കുറ്റം പറയുന്നില്ല. പെട്ടെന്ന് അച്ഛനെക്കുറിച്ച് അങ്ങനൊരു വാർത്ത കേട്ടാൽ ആരായാലും തകർന്നു പോകും. മോൾക്ക് എന്നോടല്ലേ വന്ന് ചോദിക്കാൻ പറ്റൂ. അതിനുള്ള അവകാശം മോൾക്കുണ്ട്. നീ എന്നെ സംശയിച്ചതാണ് എനിക്ക് വിഷമായത്. മനഃപൂർവ്വം വിഷമിപ്പിക്കാൻ വേണ്ടിയായിരുന്നില്ല. ഇപ്പോഴും എന്റെ മനസ്സാക്കാരി ഓർത്ത് കലങ്ങി മറിയ. പിന്നെ മോളോടൊരു കാര്യം പറയാൻ ഞാൻ മറന്നുപോയി. പല പല കാര്യങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ മറന്നുപോയതാ. അസുഖം, തുടർച്ചയായുള്ള മരുന്ന്, അതിൻ്റെ കൂടെ എത്ര ദിവസമായി ശരിക്കൊന്ന് ഉറങ്ങിയിട്ട്. മോള് ആ ദുസ്വപ്നം കണ്ടതിൽ പിന്നെ ആകെ ഒരു താളം തെറ്റല. എന്താ അമ്മേ? പറയാം. വലിയ മന്ത്രശക്തിയുള്ള ആളായിരുന്നു നിന്റെ അച്ഛനെന്ന് കേട്ടിട്ടില്ലേ? പൂജാ കാര്യങ്ങളൊക്കെ കണിശമായിരുന്നു. കാളിയാർ മഠത്തിന് ആ ഇടയ്ക്ക് എന്തൊക്കെയോ കഷ്ടകാലം ഉണ്ടായിരുന്നു. ആരെയൊക്കെയോ വിളിച്ച് പരിഹാര കർമ്മങ്ങൾ ചെയ്തിട്ടും ഫലമൊന്നും ഉണ്ടായില്ല. ഒടുവിൽ മോളുടെ അച്ഛനെ വിളിച്ചു വരുത്താൻ തീരുമാനമായി. എന്നിട്ട് ആള് വന്നു. എല്ലാം കേട്ട് മനസ്സിലാക്കിയിട്ട് കർമ്മങ്ങൾ ചെയ്യാമെന്നേറ്റു. അപ്പോഴാ എല്ലാവർക്കും ആശ്വാസമായത്. അദ്ദേഹം നിർദ്ദേശിച്ച പ്രകാരം എല്ലാം ഒരുക്കിക്കൊടുത്തു. വലിയൊരു സംഭവമായിരുന്നു കാളിയാർ മഠത്തിലെ അന്നത്തെ പൂജ. പിന്നെന്താ ഉണ്ടായതമ്മേ? തറവാടിന്റെ അനന്തരാവകാശി എന്ന നിലയ്ക്ക് എന്റെ കൈകൊണ്ടാണ് ദക്ഷിണ കൊടുത്തത്. അതിൽ പിന്നെ അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടില്ല. പൂജാ കാര്യങ്ങൾക്കായി പല ദേശങ്ങളിലും സഞ്ചരിക്കുന്ന ആളല്ലേ. അങ്ങനെ എവിടെയെങ്കിലും ഉണ്ടാവുമെന്ന് കരുതി. പക്ഷേ എന്താ അമ്മേ? കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മറ്റൊരാൾ ഇവിടെ വന്നിരുന്നു. കാളിയാടൻ. കാളിയാടൻ? കാളിയാടൻ വന്നത് എന്തിനാണെന്ന് പറയാമ്മേ. അമ്മയുമായിട്ട് ആ മനുഷ്യൻ ശത്രുതയിലല്ലേ? പിന്നെ എന്തിനാ അയാള് വന്നത്? എന്നെ കാണാൻ. ഒരാവശ്യവുമായിട്ടാണ് കാളിയാടൻ എന്റെ മുന്നിൽ വന്നത്. അതെ, ഒരാവശ്യവുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. എനിക്ക് ചില ലക്ഷ്യങ്ങളുണ്ടെന്ന് നിങ്ങൾക്കറിയാം. അത് നേടിയിട്ടല്ലാതെ, അല്ലെങ്കിൽ അത് നേടാൻ വേണ്ടിയല്ലാതെ കാളിയാർ മഠത്തിൽ കാലുകുത്തില്ല എന്ന് ശപഥം ചെയ്തിരുന്നതാണ് ഞാൻ. കാളിയാടൻ ഒരു കാര്യം മനസ്സിൽ കുറിച്ചിട്ടാൽ അത് കുറിച്ചിട്ടതാണ്, മാഞ്ഞു പോകില്ല. മായ്ച്ചു കളയാൻ ആരെയും ഞാൻ അനുവദിക്കുകയുമില്ല.
ഈ വരവ് നല്ല ഉദ്ദേശത്തിലല്ലെന്ന് മനസ്സിലാക്കാൻ സാമാന്യ ബുദ്ധിയൊക്കെ മതി. ഈ മുൻവിധിയാണ് എന്നും നിങ്ങളുടെ പ്രശ്നം. നമ്മൾ രണ്ടുപേരുടെയും സിരകളിൽ ഒഴുകുന്നത് ഒരേ രക്തമാണ്, ഒരേ അച്ഛൻ. ആദ്യ ഭാര്യ മരിച്ചപ്പോ അച്ഛൻ രണ്ടാമതൊരു വിവാഹം കഴിച്ചത് ഞാൻ അഭ്യർത്ഥിച്ചിട്ടല്ല. ആ ഭാര്യയിൽ മകനായി ഞാൻ ജനിച്ചത് ഞാൻ അപേക്ഷിച്ചിട്ടല്ല. പക്ഷേ എന്നെ ചേച്ചി എന്നും രണ്ടാനമ്മയുടെ മകനായി കണ്ട് മാറ്റി നിർത്തിയിട്ടേ ഉള്ളൂ. അത് നിന്റെ മുൻവിധി. അമ്മമാര് രണ്ടാണെങ്കിലും നിന്നെ കൂടപ്പിറപ്പായിട്ട് കാണാൻ ഞാൻ ശ്രമിച്ചിരുന്നു. ഒഴിഞ്ഞു മാറിയതും സ്വയം അയിത്തം കൽപ്പിച്ചതും നീയായിട്ടാ. എന്നിട്ട് അങ്ങനെയല്ലെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. അവഗണന അനുഭവിക്കുന്നവർക്ക് മാത്രമേ അതിന്റെ വേദന മനസ്സിലാവൂ. അവഗണിക്കുന്നവർക്ക് അതറിയില്ല. തെറ്റിദ്ധാരണകളെ തിരുത്താൻ ഞാൻ ശ്രമിക്കുന്നില്ല. അത് കഴിയില്ലെന്ന് എനിക്കറിയാം. ഇപ്പൊ വന്നതിന്റെ ആവശ്യം എന്താണെന്ന് പറഞ്ഞില്ല. എത്ര മാറ്റി നിർത്തിയാലും കാളിയാടൻ കാളിയാർ മഠത്തിലെ ആള് തന്നെയാണ്. എന്റെ തറവാടാണിത്. കാളിയാർ മഠത്തിനും അവിടുത്തെ വസ്തുവകകൾക്കും നാശം സംഭവിക്കാൻ പാടില്ല. അതിന് കാരണമാകുന്ന എന്തെങ്കിലും നിമിത്തങ്ങൾ കണ്ടാൽ ഇടപെടാതിരിക്കാൻ എനിക്കാവില്ല. തറവാടിന് നാശമോ? അതിനിപ്പോ ഇവിടെ എന്തുണ്ടായി? ഇപ്പോഴല്ല, നാളെ ഉണ്ടാകും. അതൊഴിവാക്കണം. വഴിയിൽ നിന്ന് കിട്ടിയ ഒരു പടുവിത്തിനെ നിങ്ങളിവിടെ കുടിയിരുത്തിയിട്ടുണ്ട്. ഭാഗ്യലക്ഷ്മി. അവൾ കാളിയാർ മഠത്തിൽ വളരാൻ പാടില്ല, പുറത്താക്കണം. തെരുവിൽ നിന്ന് വന്നവൾ തെരുവിലേക്ക് തന്നെ പോകട്ടെ. ഞാൻ ആ പെണ്ണിനെ വളർത്തുന്നതാണോ പ്രശ്നം? എങ്കിൽ ഭാഗ്യലക്ഷ്മി ഇവിടുന്ന് ഇറക്കിവിടാൻ പറ്റില്ല. സഹാനുഭൂതി കൊണ്ടാണെങ്കിൽ വേറെ എത്ര അനാഥ കുട്ടികളെ വേണമെങ്കിലും ദത്തെടുത്ത് വളർത്തിക്കോളൂ. ഭാഗ്യലക്ഷ്മി വേണ്ട. കാരണം പ്രതികാരം ചെയ്യുക എന്നുള്ളതാണ് അവളുടെ ദൗത്യം. ഒരുപക്ഷേ ഇപ്പോഴാ കാര്യം ആ പെണ്ണിന് അറിയില്ലായിരിക്കും. പക്ഷെ നാളെ ഒരു അവസരത്തിൽ അവൾ അതറിയും. പ്രശ്നം വച്ച് ഗണിച്ച് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണത്. ഭാഗ്യലക്ഷ്മി ആ പഴയ ജ്യോതിഷിയുടെ മകളാണ്. തറവാട്ടിൽ പൂജയും ഹോമവും നടത്താൻ വന്ന മഹാമാന്ത്രികന്റെ മകൾ. സത്യാണോ ഇത്? പക്ഷെ അവൾക്ക് പ്രതികാരം എന്തിന്റെ പേരിലാണ്? ദുർമരണമാണ് ആ മനുഷ്യന് സംഭവിച്ചത്. പൂജ കഴിഞ്ഞ് കാളിയാർ മഠത്തിൽ നിന്നും പോയ ഭാഗ്യലക്ഷ്മിയുടെ അച്ഛൻ ആ കുടുംബത്തിൽ തിരിച്ചെത്തിയില്ല. ഇവിടുന്നുള്ള മടക്കയാത്രയിൽ കൊല്ലപ്പെട്ടു. എങ്ങനെ? അത് എനിക്കും അറിയില്ല. പക്ഷെ പ്രതികാരം തോന്നാൻ ഈ തറവാടും അദ്ദേഹത്തിന്റെ മരണവുമായി എന്താ ബന്ധം? അങ്ങനെ ബന്ധമൊന്നുമില്ല. പക്ഷേ അയാളുടെ അവസാനത്തെ പൂജ ഇവിടെയായിരുന്നു. മഹാചണ്ഡിക ഹോമം ഉൾപ്പെടെയുള്ള കർമ്മങ്ങളാണ് അന്ന് ചെയ്തത്. അതോടെ തറവാടിന് അന്നുണ്ടായിരുന്ന ദോഷങ്ങൾ അകന്നു. പൂജാകർമ്മങ്ങൾ ചെയ്ത കാർമ്മികനിലേക്ക് ആ കൊടിയ ദോഷങ്ങളുടെ ഒരു പങ്ക് പകർന്നു കാണും. അല്ല, അങ്ങനെ സംഭവിക്കാം. അത് അയാളുടെ ദുർമരണത്തിന് കാരണമായി. ഈ പറയുന്നതൊക്കെ ശരിയാണെങ്കിൽ തന്നെ ഭാഗ്യലക്ഷ്മിക്ക് അതൊന്നും അറിയില്ലല്ലോ. ഇപ്പോഴറിയില്ല, ഭാവിയിൽ അറിയും. മന്ത്രദൃഷ്ടി കൊണ്ട് ഞാൻ മനസ്സിലാക്കിയതാണത്. കാളിയാടന്റെ രാശിക്കണക്കുകൾ തെറ്റാറില്ല. എനിക്കിതൊന്നും വിശ്വസിക്കാൻ തോന്നുന്നില്ല. അപ്പോ ആ പെണ്ണിന്റെ കാര്യം? ഇപ്പോഴതേപ്പറ്റി ഒന്നും ആലോചിക്കുന്നില്ല. അവളെ പുറത്താക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. അല്ലെങ്കിൽ നാളെ അനുഭവിക്കേണ്ടി വരും. നാളത്തെ കാര്യം നാളെയല്ലേ, അപ്പം നോക്കാം. ആരോരുമില്ലാത്തൊരു പെണ്ണിനെ അനിശ്ചിതത്വത്തിലേക്ക് ഇറക്കി വിടുന്നതും ദോഷമാണ്. ചേച്ചി, ഇതിന്
അനുഭവിക്കും. ഞാനാ പറയുന്നത്. ഓർത്തു വച്ചോ. സത്യത്തിൽ അന്നു മുതലാ ഞാൻ മോളെ സ്നേഹിക്കാൻ തുടങ്ങിയത്. ആ വാർത്ത അറിഞ്ഞതോടെ മോളോടുള്ള എന്റെ സമീപനം പാടെ മാറി. അച്ഛന്റെ മരണത്തിന് നീ പകരം ചോദിക്കുമെന്നോ അത് തറവാടിന് ദോഷമായി തീരുമെന്നോ ഒന്നുമല്ല ഞാൻ ഓർത്തത്. കാളിയാടന്റെ വെറും വാക്കുകളായിട്ടാ അതിനെ ഞാൻ കണ്ടത്. അപ്പോഴേ ഞാനത് മനസ്സിൽ നിന്ന് കളയുകയും ചെയ്തു. അമ്മയില്ലാത്ത കുട്ടിയെന്നെ അതുവരെ നിന്നെ ഞാൻ കണ്ടിരുന്നുള്ളൂ. അച്ഛൻ മരണപ്പെട്ട് ആരോരുമില്ലാത്തവളായി തീർന്നു എന്ന തിരിച്ചറിവ് എന്റെ കണ്ണു തുറപ്പിച്ചു. ആ അച്ഛനാവട്ടെ എല്ലാവരും ബഹുമാനിക്കുന്ന ആളാണെന്ന് കൂടി അറിഞ്ഞപ്പോ എങ്ങനെ മോളെ വെറുക്കാൻ കഴിയും? അന്നുവരെ കഷ്ടപ്പെടുത്തിയതിന്റെ പലിശ ചേർത്ത് നിന്നെ സ്നേഹിക്കാൻ തീരുമാനിച്ചു. ആ ഒറ്റ കാരണത്താൽ ശിവകാമി എന്നെ വെറുക്കാൻ തുടങ്ങി, എന്നിൽ നിന്ന് അകലാനും തുടങ്ങി. അതൊന്നും പക്ഷെ ഞാൻ വകവെച്ചില്ല, ഇപ്പോഴും വകവെക്കുന്നുമില്ല. മോളെ, മോളിവിടെങ്ങും അല്ലേ? ഞാൻ പറഞ്ഞത് വല്ലതും കേട്ടോ? കേട്ടു, എല്ലാം കേട്ടു. പുസ്തകത്തിന്റെ പേജുകൾ മറിക്കുമ്പോൾ ഓരോരോ കാര്യങ്ങളായി അറിയുന്നത് പോലെ ഓരോന്നായി എന്റെ മുമ്പിൽ തെളിയുകയാണ്. കൈനോട്ടക്കാരി പറഞ്ഞു അച്ഛന്റെ പേരിലുള്ള കടം വീട്ടണം. അച്ഛൻ ദുർമരണപ്പെട്ടതാണെന്ന്. ഇപ്പോ മറ്റൊരാളുടെ പേര് കൂടി കടന്നു വരുന്നു, കാളിയാടൻ. അമ്മയ്ക്കറിയുന്നതിലും കൂടുതൽ ആ മനുഷ്യനറിയാം. അയാളിൽ നിന്ന് എനിക്കെല്ലാം അറിയണം. പക്ഷെ മോളെ, അങ്ങനെ ചെന്ന് കാണാൻ പറ്റുന്ന ഒരാളല്ല കാളിയാടൻ. ദുർമന്ത്രവാദിയാണ്. എന്ത് നീചകർമ്മവും ചെയ്യാൻ മടിക്കില്ല. എനിക്കറിയാം. സ്വന്തമെന്നോ ബന്ധമെന്നോ ചിന്തയില്ലാത്ത ആളിന് ആരുമല്ലാത്ത എന്നോട് യാതൊരു ദയാദാക്ഷിണ്യം ഉണ്ടാവില്ല. ഞാനിനി എന്തിനെയാണ് അമ്മ പേടിക്കേണ്ടത്? ഒരു ജന്മത്തിന് ഒരന്ത്യല്ലേ ഉണ്ടാവൂ. മോളെ, അതൊക്കെ തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ കാളിയാടനെ കാണും. ഒറ്റയ്ക്ക് അവന്റെ മുമ്പിലേക്ക് ഞാൻ നിന്നെ വിടില്ല. എന്തു പറഞ്ഞാലും ഞാൻ അതിനെ സമ്മതിക്കില്ല. മോളെ, എനിക്ക് പക്ഷേ പോയേ തീരൂ. ഞാൻ പോകും. ഭാഗ്യലക്ഷ്മി, അത്ഭുതമായിരിക്കുന്നല്ലോ. അകത്തേക്ക് വരാം. അതിഥി ദേവോ ഭവ എന്നാണ് പ്രമാണം. വീട്ടിലേക്ക് വരുന്ന ഏതൊരാളും എനിക്ക് അതിഥിയാണ്. വരൂ. വേണ്ട, ഞാനിവിടെ നിൽക്കാം. അതല്ല, കയറി വരണം. ഭാഗ്യലക്ഷ്മിക്ക് എന്നെക്കുറിച്ച് ചില തെറ്റിദ്ധാരണകളുണ്ടെന്ന് തോന്നുന്നു. ഒരു തെറ്റിദ്ധാരണയുമില്ല. ആയിക്കോട്ടെ. ഈ വരവിന്റെ ഉദ്ദേശം എന്താണെന്നൊന്നും എനിക്കറിയില്ല. എന്നാലും കാളിയാടന്റെ ഭവനത്തിലേക്ക് തനിച്ചു വരാൻ തോന്നിയ ഈ മിടുക്കിന് അഭിനന്ദനം. സാമർഥ്യമുള്ളവരെ എനിക്ക് വലിയ ഇഷ്ടമാണ്. ഞാൻ തനിച്ചല്ല വന്നത്. ഇവനോ? നീ എന്തിനാ അകത്തേക്ക് കയറിയത്? അതിഥി ദേവോ ഭവ
എന്നല്ലേ പ്രമാണം? ചില വച്ചാരാധനകളുള്ള സ്ഥലമാണിത്. ശുദ്ധിയും വൃത്തിയുമുള്ളവരെ മാത്രമേ ഞാൻ അകത്തേക്ക് കയറ്റാറുള്ളൂ. ഈ പറഞ്ഞ 2 ഗുണങ്ങളും എനിക്കുണ്ട്. സൈമൺ എന്റെ കൂടെ വന്ന ആളാണ്. ഒരു കാര്യം അറിയാനാ ഞാൻ വന്നത്. എന്നെ ഒഴിവാക്കണമെന്ന് നിങ്ങൾ കാളിയാർ മഠത്തിലെ അമ്മയോട് ആവശ്യപ്പെട്ടിരുന്നു. മന്ത്രസിദ്ധികളുള്ള കാളിയാടൻ എന്തിന് ഒരു സാധാരണ പെൺകുട്ടിയെ ചൊല്ലി ഭയപ്പെടുന്നു? ഭയമോ? എനിക്ക് നിന്നോട് ഭയം. നല്ല കെട്ടുകഥ. കെട്ടുകഥയല്ല, വാസ്തവം. അതുമാത്രമല്ല, മറ്റു ചില സത്യങ്ങൾ കൂടി അറിഞ്ഞിട്ടാണ് ഭാഗ്യലക്ഷ്മി വന്നിരിക്കുന്നത്. കാലം കഴിഞ്ഞു എന്ന് കരുതി ആളുകൾ മാത്രമേ മൺമറഞ്ഞു പോയിട്ടുള്ളൂ. മൂടിവെച്ച സത്യങ്ങൾ എന്നായാലും പുറത്തു വരും. ഏത് അറയ്ക്കുള്ളിൽ, ഏത് കുടത്തിനുള്ളിൽ ഒളിപ്പിച്ചാലും. മോളെ, മോളുടെ വക്കീല് കൊള്ളാം. പക്ഷെ വാദിച്ച സ്ഥലം മാറിപ്പോയി. വാദപ്രതിവാദത്തിനല്ല ഞങ്ങൾ വന്നത്, ചില സത്യങ്ങൾ അറിയാനാണ്. കാളിയാർ മഠത്തിലെ പഴയ സംഭവങ്ങളുടെ ഭാണ്ഡം സൂക്ഷിക്കുന്ന ആളൊന്നുമല്ല ഞാൻ. യോഗധ്യാനങ്ങളും പൂജകളുമായി ഒതുങ്ങിക്കൂടി കഴിയുന്ന ഒരു സാത്വികനാണ്. സൂര്യഗായത്രി ജപിച്ച് ഓരോ ദിവസത്തിനും ആരംഭം കുറിക്കുന്ന ഒരു സാധു. എന്നാൽ ആ സാധു പറയണം, എന്റെ അച്ഛനെ നിങ്ങൾക്കറിയാമായിരുന്നില്ലേ? എന്താ ഈ ചോദിക്കണത്? പേര് കേട്ട ആ മഹാമാന്ത്രികനെ അറിയാത്തവരാരാ ഉള്ളത്? വിശേഷ പൂജകളുടെ ആചാര്യനായിരുന്നില്ലേ? ഒരു നമസ്കാരത്തോടു കൂടിയല്ലാതെ ആ രൂപത്തെ ഓർക്കാൻ കഴിയില്ല. അച്ഛന്റെ സർവസ്വമായിരുന്ന ആ കാണിക്ക വഞ്ചിയെക്കുറിച്ചാണ് എനിക്ക് അറിയേണ്ടത്. അതെവിടെയുണ്ടിപ്പോ? കാണിക്കവഞ്ചിയോ? എന്താ കേട്ടിട്ടില്ലേ? കാളിയാർ മഠത്തിൽ അവസാനമായി പൂജയ്ക്ക് വരുമ്പോഴും അച്ഛന്റെ കൈവശം അതുണ്ടായിരുന്നു. പിന്നീട് അതെവിടെയെന്ന് ആർക്കും അറിയില്ല. എന്നാൽ അറിയാവുന്ന ഒരാളുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ആളിനോടാണ് ഞാൻ ചോദിക്കുന്നത്. ചോറ്റാനിക്കര അമ്മയുടെ തിരുമുമ്പിൽ സമർപ്പിക്കാനായി എന്റെ അച്ഛൻ ഒഴിഞ്ഞു വെച്ചിരുന്ന ആ കാണിക്ക വഞ്ചി എവിടെ? പറയണം. ഇതാണ് ഞാൻ പറഞ്ഞത്. തെറ്റിദ്ധാരണയാണ്. അറിയില്ല. എനിക്കറിയില്ല ഒന്നും. സത്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ വിശ്വസിക്കാം. പക്ഷേ ഒരു കാര്യമുണ്ട്. ചോറ്റാനിക്കര അമ്മയുടെ പേരിൽ പരമസാത്വികനായ കാളിയാടൻ സത്യം ചെയ്തു പറയണം ആ കാണിക്ക വഞ്ചിയെപ്പറ്റി അറിയില്ല എന്ന്. എങ്കിൽ ഞാൻ വിശ്വസിക്കാം. അത് എന്തു പറയുന്നു? എന്താ മോളെ ഇത്? പ്രായത്തിനൊത്ത പക്വത ഇല്ല എന്നുണ്ടോ മോക്ക്? കുട്ടിയെക്കുറിച്ച് ഇങ്ങനെയൊന്നുമല്ല ഞാൻ കരുതിയിരുന്നത്. ചോറ്റാനിക്കരമ്മ ആരാണെന്ന വിചാരം? നമുക്കൊരു വാശിപ്പുറത്ത് കയറി വെറുതെ ആണയിടാവുന്ന ആളാണോ ആ മഹാശക്തി? ബാലിശമെന്നേ പറയൂ ഞാൻ. കാളിയാടൻ വച്ചു പൂജിക്കുന്ന ആരാധനാമൂർത്തികളെ മുൻനിർത്തി ഞാൻ പറയുന്നു, അങ്ങനൊരു കാണിക്ക വഞ്ചിയെക്കുറിച്ച് ഒന്നും അറിയില്ല എനിക്ക്. ആ സത്യം? അതേന്ന്. എന്നാൽ അറിയാവുന്ന ഒരു കാര്യമുണ്ട്. അത് പറയൂ. എന്റെ അച്ഛൻ എങ്ങനെയാ മരിച്ചത്? കാളിയാർ മഠത്തിലെ പൂജ കഴിഞ്ഞ് ദക്ഷിണ വാങ്ങിപ്പോയ എന്റെ അച്ഛൻ മരിച്ചത് എങ്ങനെയാണെന്ന്. അതും അറിയില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ നോക്കരുത്. ദുർമരണമായിരുന്നു. അതിന്റെ വാസ്തവം അറിയാതെ ഭാഗ്യലക്ഷ്മി ഇവിടുന്ന് പോവില്ല. പറയാ, എന്റെ അച്ഛനെ കൊന്നത് ആരാണ്? കൊന്നുവെന്നോ? ആരാ ഇത് പറഞ്ഞത്? ഒരു കൈനോട്ടക്കാരിയിൽ നിന്ന് ഞാൻ അറിഞ്ഞ കാര്യമാണിത്. ആ, വഴി കണ്ട ഏതോ ഒരു കൈനോട്ടക്കാരി എന്തെങ്കിലും പറഞ്ഞു വെച്ച്? വേണ്ട. അവര് പറഞ്ഞ മറ്റെല്ലാ കാര്യങ്ങളും സത്യമായിരുന്നു. ഇതും സത്യമാണ്. അച്ഛൻ്റേത് ദുർമരണമായിരുന്നു. ആ ആത്മാവിന് ഇനിയും മോക്ഷം കിട്ടിയിട്ടില്ല. കൊന്നയാൾ എന്റെ കൺമുമ്പിൽ തന്നെയുണ്ട്.
കൈനോട്ടക്കാരിയുടെ പ്രവചനമാണ് ഇതത്രയും. എന്റെ കൺമുമ്പിലുള്ള എന്റെ അച്ഛന്റെ കൊലയാളി നിങ്ങളല്ലേ? ഞാനോ? ഭാഗ്യലക്ഷ്മി, അബദ്ധം പറയരുത്. എങ്കി പറയ, ആരാണത്? പറയാം. കൈനോട്ടക്കാരി പറഞ്ഞാലും സത്യമുണ്ട്. അന്ന് കാളിയാർ മഠത്തിൽ നിന്ന് മടങ്ങിയ അദ്ദേഹത്തിന്റെ മരണം അസ്വാഭാവികമായിരുന്നു. ശരിക്കും ദുർമരണം. അതിന് ഉത്തരവാദിയായ ആളെ ഭാഗ്യലക്ഷ്മി പിന്നെയും കണ്ടിട്ടുമുണ്ടാവും. അതൊരു സർപ്പമായിരുന്നു. അതെ, സർപ്പവിഷം തീണ്ടിയാണ് കുട്ടിയുടെ അച്ഛൻ മരണപ്പെട്ടത്. ഉഗ്രവിഷമുള്ള നാഗമായിരുന്നു. അതും രാത്രിയുടെ 3-ാം യാമത്തിൽ. ദംശനമേറ്റ് 4-5 അടി നടന്നേ ഉള്ളൂ എന്നാണ് കേട്ടത്. അപ്പോഴേക്കും മരണം സംഭവിച്ചു അത്രേ. അതിനും ഞാൻ ദൃക്സാക്ഷിയൊന്നുമല്ല, പറഞ്ഞു കേട്ട അറിവാണേ. പിന്നെ കാണിക്ക വഞ്ചിയെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല കേട്ടോ. ഇപ്പതാ കുട്ടി പറയുമ്പോഴാണ് അങ്ങനെ ഒരു സംഗതിയെപ്പറ്റി തന്നെ ഞാൻ ആദ്യമായി കേൾക്കുന്നത്. മോൻ പോകുന്നില്ലേ? ആ